ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഒരു ഫെസ്റ്റ് കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. ഓണം ടൈമിനും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇനിയും വൈകിട്ടില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ പോകാൻ പറ്റും. ഇപ്പോഴും ഫെസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ ഇതുപോലെ റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മേർമെയ്ഡിനെ കാണാം, കുഞ്ഞുങ്ങൾക്ക് മത്സ്യകന്യകയെ കാണാം, സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡെമോ ഉണ്ട്, ഒരു ഏവിയറി ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അണ്ടർ വാട്ടർ ടണൽ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ ക്യൂ പെട്ടെന്ന് പോകുന്നുണ്ട്. ഉള്ളിൽ ഒത്തിരി സ്പേസ് ഉള്ളതായതുകൊണ്ട് 150 രൂപയാണ് അഡൾട്ടിന്. കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യം. ഞങ്ങൾ ഉച്ച സമയത്താണ് പോകണമെങ്കിൽ നല്ല തിരക്കാണ്. വെക്കേഷൻ ടൈം, ഓണം വെക്കേഷൻ ടൈമിന് പോയി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇനിയും ഈ വരുന്ന സാറ്റർഡേ സൺഡേ ഒക്കെ ഒക്കെങ്കിലൊന്ന് പോയി ജസ്റ്റ് പിള്ളേരെ കാണിച്ച് നോക്കുക. 150 രൂപയ്ക്ക് പോയാൽ നല്ല വേർത്ത് തന്നെയാണ്, കാരണം അത്രയും കാണാനുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു സ്റ്റെപ്പ് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സ്റ്റെപ്പിൻ്റെ ലെവലുകൾ വേറെയാണ്. ചില സ്റ്റെപ്പ് ഇത്തിപ്പൊക്കെ കൂടുതലും ഒക്കെ കുറവ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് തന്നെ ഇറങ്ങണം. നേരെ കയറി ചെല്ലുന്ന ഒരു ഏവിയറിയിലേക്കാണ്. ഏവിയറി എന്ന് പറയുമ്പോൾ അറിയില്ല, ബേർഡ്സ് ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ചുറ്റും. വളരെ കഷ്ടപ്പെട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒപ്പിച്ച് വച്ചിരിക്കുന്നതാണെങ്കിൽ കൂടി കുട്ടികൾക്കൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും. ഒത്തിരി ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള സ്പോട്ടുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ സ്പോട്ടിലും പോയി ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പക്ഷികളൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാം. അവ ഇങ്ങനെ മൊത്തത്തിൽ പറന്നു പോകുന്നുണ്ട്. കാരണം ഒരു ഏവിയറി സെറ്റപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. റോബോട്ടിക് മേള എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി റോബോട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഉള്ളിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അത് ഞാനിപ്പോൾ മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിനനുസരിച്ചാണ് ഈ ഒരു റോബോട്ട്, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നായ്ക്കുട്ടിയെ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന റോബോട്ടാണ്. അത് മൂവ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു റോബോട്ടിനെയും തൊടാനോ പിടിച്ചു നിർത്താനോ പാടില്ലെന്ന്. പക്ഷേ കാണികൾ ഒരുവിധം പിള്ളേർ ആയാലും മുതിർന്നവരായാലും പിടിച്ച് തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ. അപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. പക്ഷെ നമുക്ക് തന്നെ പേടിയാവും ഉള്ളിലോട്ട് വരുമ്പോൾ. പെട്ടെന്ന് അവിടെ ലൈറ്റ് ഓഫ് ആവും. അതവർ ഓഫ് ആക്കുന്നതാണ്. കാരണം ആ സ്പോട്ടിൽ തന്നെ ഈ നായ്ക്കുട്ടിയായിട്ടുള്ള റോബോട്ടിൻ്റെ തലയിൽ നിന്ന് അതിങ്ങനെ ടോർച്ച് കത്തും. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് കുറച്ച് നേരത്തേക്ക് അവർ ലൈറ്റ് ഓഫ് ചെയ്തിടുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ഒരു അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു നായ്ക്കുട്ടിയിൽ അവിടെ ശരിക്കും നായ്ക്കുട്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് കിടക്കുമ്പോഴത്തേക്ക് അടുത്ത നായ്ക്കുട്ടി എഴുന്നേക്കും. അങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ ഇത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഒത്തിരി റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇത് വെൽക്കം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. ഇതിൻ്റെ അടുത്ത് കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രെയിം ഒരു സ്ക്രീനിൽ സ്മൈൽ ചെയ്യുന്നൊരു ഫേസ് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തോ സംസാരിക്കുന്നുണ്ട്, ബഹളത്തിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന ആ ഒരു കുട്ടി പറഞ്ഞത് വെൽക്കം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ ആളുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്ക്രീനിൽ തൊട്ടോട്ടേയും ചോദിച്ചിട്ടാണ് തൊടുന്നതും ഒക്കെ. അവർ തന്നെ എല്ലാം നേരെയാക്കി തരും, എല്ലാം പറഞ്ഞു തരും. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കൂടെ നിൽക്കുന്ന ആ കുട്ടികളോട് ചോദിച്ചാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇതുപോലെ തന്നെ വേറൊരു റോബോട്ട് അവിടെ ഉണ്ട്. വേറെ ഒന്നല്ല, 1-2 റോബോട്ടുകൾ വേറെയുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഓരോ തട്ടിലും ഫുഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് അതിന് പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കൊണ്ടുപോയി ചെയ്യും, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അതൊക്കെ അവർ ഡെമോ കാണിച്ചു തരുന്നുണ്ട്. അതിൽ തന്നെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെമോയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, അവർ ക്ലിയർ ചെയ്ത് തരും. ഇനി കുഞ്ഞൻ റോബോട്ടുകളുണ്ട് വേറെ. കുഞ്ഞൻ റോബോട്ടിൻ്റെ ഡാൻസുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കാണാം. ഈ ഒരു സെക്ഷനിൽ ഒത്തിരി റോബോട്ട്സ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പടം, അതിൽ പറയുന്ന പടം പെർഫെക്റ്റ് ആയിട്ട് ഒരു പെൻ യൂസ് ചെയ്ത് വരച്ച് തരും. അപ്പോൾ അതിൻ്റെ ഡെമോ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലാപ്പ് വഴി കണക്ട് ചെയ്തോ മറ്റോ ആയിരിക്കാം ആ പടം അതിലേക്ക് കൊടുക്കുന്നത്. അത് അതുപോലെ വരച്ച് തരും. അതുപോലെ കളറിനനുസരിച്ചിട്ട് ഡൈസ് എടുത്തിടുന്ന റോബോട്ടുണ്ട്. അതൊക്കെ ഈ ഒരു സെക്ഷനിലുണ്ട്.
അങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞു റോബോട്ടും അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് കളറിനനുസരിച്ച് ഇതണക്ക് ക്യൂബുകൾ നിരത്തുവാണ്. അതുപോലെ ഡാൻസ് കളിക്കുന്ന കുഞ്ഞൻ റോബോട്ട് ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട്. അപ്പോൾ മ്യൂസിക്കിനനുസരിച്ച് പുള്ളി ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികളെ പോലെ തന്നെ വലിയ ആൾക്കാർക്കും കൗതുകം ഉണർത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതും എല്ലാം കണ്ടിട്ട് ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ആ ഒരു അക്വേറിയം സെറ്റപ്പിലേക്കാണ്. അവിടെ അണ്ടർ വാട്ടർ ടണലുണ്ട്, മെർമെയ്ഡ് നമ്മുടെ മത്സ്യകന്യകയുണ്ട്, സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡെമോ ഉണ്ട്. ഇത് കയറി ചെല്ലുമ്പോൾ അവർ ഡെമോ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കുഞ്ഞു ബിൽഡിങ്ങിൻ്റെ ഡെമോ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ തിരക്ക് കാണുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ അടുത്താണ്. അപ്പോൾ ആളുകളെല്ലാം അവിടുന്ന് സത്യത്തിൽ ആരും മാറിപ്പോലും തരുന്നില്ല കാണാത്തവർക്ക് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡെമോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവരിതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സ്കൂബ ഡൈവ് ചെയ്യുന്ന വ്യക്തി നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ കൈവയ്ക്കുമ്പോൾ നമുക്ക് ഹൈഫൈ തരുന്നത് പോലെ പുള്ളിയും അകത്തുനിന്ന് കൈവച്ച് തരും. അപ്പോൾ അതിലേക്ക് കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മുതിർന്നവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് എല്ലാവരും ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ കൈവയ്ക്കുന്നത്. ശേഷം നമുക്കിങ്ങനെ 360യിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന ആ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ്ങിലായിരുന്നല്ലോ, എല്ലാവരും റീൽസിലും മറ്റും ഇതിൽ നിന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ അതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വീഡിയോസ് എടുത്ത് തരുന്നതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതും കുട്ടികളൊക്കെ കാണുന്നുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേരൻസും കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മെർമെയ്ഡാണ്. അപ്പോൾ പുള്ളിക്കാരി നല്ല ഭംഗിയുണ്ട്, വളരെ സ്കെൽറ്റായിട്ട് ലീനായിട്ടിരിക്കുന്ന ഒരു മെർമെയ്ഡാണ്. കാണുമ്പോൾ നമുക്ക് നല്ല ഒറിജിനാലിറ്റിയൊക്കെ തോന്നും. ഫോറിനർ തോന്നുന്നു, അറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ആളല്ല. ഇപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ എല്ലാവർക്കും ഹാർട്ട് കൊടുക്കുന്നുണ്ട്, ഹാർട്ട് വെള്ളത്തിൽ വരയ്ക്കുന്നുണ്ട്, അല്ലാതെ തന്നെ ബബിൾസ് വിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തും നല്ല തിരക്കായിരുന്നു. നമുക്ക് സെൽഫിയൊക്കെ എടുക്കാൻ പുള്ളിക്കാരി പോസ് ചെയ്ത് തരും. പുള്ളിക്കാരി കാണിക്കും, അതായത് ഫോണൊക്കെ ഉള്ളിൽ നോക്കിയയുടെ അതൊന്നൊരു കുഞ്ഞു ഫോണൊക്കെ മുകളിൽ പുള്ളിക്കാരിയുടെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് സെൽഫി എടുക്കാം എന്ന് പറയുവാണ്. സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലെ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നീട്ടുന്നത് പോലെ കാണിക്കും. നല്ലപോലെ ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു മെർമെയ്ഡായിരുന്നു ഇത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ മെർമെയ്ഡൊക്കെ കുട്ടികൾ ഒത്തിരി എൻജോയ് ചെയ്യും, അത്രയ്ക്ക് നല്ലതാണ്. ഇവിടെയും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. മ്യൂസിക്കോട് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യും, ഹായ് പറയും, ഹാർട്ട് തരും, നമ്മൾ കാണിക്കുന്ന സിമ്പിളൊക്കെ തിരിച്ച് കാണിക്കും. അപ്പോൾ ഈ മെർമെയ്ഡ് മുകളിൽ പോയി ഒരു ഫോൺ എടുത്ത്, കയ്യിലൊരു കുഞ്ഞു ഫോൺ ഇരിപ്പുണ്ട്, അത് കാണിക്കുക, സെൽഫി എടുക്കുക, നിങ്ങൾ ആരെങ്കിലുമൊക്കെ സെൽഫി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ ഇതുപോലെ വന്ന് പോസ് ചെയ്യും, ഹാർട്ട് ഷേപ്പൊക്കെ കാണിക്കും. നമുക്കത് വെച്ച് നമുക്ക് സെൽഫികൾ എടുക്കാം. അത് കഴിഞ്ഞ് നേരെ അക്വേറിയത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അണ്ടർ വാട്ടർ ടണലും അക്വേറിയം ഒക്കെ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത്. അതിലത്തെ മീനുകളും ഉണ്ട്, പിന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫിഷസിൻ്റെ മാത്രം വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് നേരെ അണ്ടർ വാട്ടർ ടണലിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ മീനുകളായിരുന്നില്ല. ഈ ഒരു സംഭവമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തിരണ്ടി എന്ന് പറയുന്ന മീനായിരുന്നു കൂടുതലും. ഈ ഒരു തിരണ്ടി എന്നാണ് തോന്നുന്നു അതിന് പറയുന്നത്, അണ്ടർ വാട്ടർ ടണലിൽ ഉണ്ടായിരുന്നത്.
അങ്ങനെ പല കളറിലുള്ള കുഞ്ഞു മീനുകളും ഒക്കെ ആയിട്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു അണ്ടർ വാട്ടർ തന്നെയാണ് നമുക്ക് ഒറിജിനലി തോന്നിപ്പോകുന്ന രീതിയിലാണ്. കാരണം ഈ ഫിഷസൊക്കെ പോകുന്ന കാണുമ്പോൾ ഒറിജിനലി നമുക്ക് കടലിനുള്ളിലൂടെ അവർ പോകുന്ന ഒരു ഫീൽ തന്നെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഒറിജിനാലിറ്റി എനിക്ക് ഈ പ്രാവശ്യത്തെ അണ്ടർ വാട്ടർ ടണലിലാണ് കേട്ടോ തോന്നിയത്. ഇത് പിന്നെ എപ്പോഴും കാണുന്ന നമ്മുടെ കുഞ്ഞൻ കളർഫുൾ മീനുകളാണ്. ഇപ്പോൾ എത്രയൊക്കെ മീനുകളുണ്ടെങ്കിൽ ഇവരുടെ അത്രയും ഭംഗി വേറെ ഒരു മീനും കാണില്ലല്ലേ. അത്രയ്ക്ക് മഴവില്ല് പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്നാണ് ആൾക്കാർ കൂടുതൽ സെൽഫീസൊക്കെ എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ല കളർഫുൾ ആയിരിക്കുമല്ലോ. അങ്ങനെ ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് പിന്നീട് വീണ്ടും കുറച്ച് അക്വേറിയം പോലെയൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യം കുറച്ചും കൂടി നമുക്ക് ചൂടൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു സംവിധാനങ്ങൾ അവർ കൂട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എയർ സർക്കുലേഷൻ കൊടുക്കുന്നതിനായാലും നല്ല തണുത്ത കാറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ചൂട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും അനുഭവിക്കുന്നില്ല, ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു അക്വേറിയം സെറ്റപ്പും കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ഫുഡ് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഐസ്ക്രീം കൊടുക്കുന്നതല്ല, വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇത്തവണ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, വെള്ളത്തിൽ കിടക്കുന്ന 2 പഞ്ഞിക്കെട്ട് പോലുള്ള പൂച്ചക്കുട്ടികളാണ്. ആക്ച്വലി ഇവർ വെള്ളത്തിൻ്റെ ഉള്ളിലല്ല കിടക്കുന്നത്. ഈ മീൻ കിടക്കുന്ന ആ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്, വെള്ളം ഇല്ലാത്ത സ്പേസ് ഉണ്ട്. അത് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ 2 പൂച്ചക്കുട്ടന്മാരും കിടക്കുന്നത്. ഉറക്കമായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് പിന്നീട് നമ്മൾ പൊതുവേ കാണുന്ന നമ്മുടെ ഒരു എക്സിബിഷൻ മാതിരി ഐറ്റംസ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വാങ്ങാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ആയിട്ട്. എല്ലാ പ്രാവശ്യത്തെയും പോലെ എന്ന് പറയാൻ പറ്റില്ല. ഇത്തവണ കുറച്ച് വിപുലമായിട്ട് തന്നെ സൗകര്യങ്ങളായാലും ഐറ്റംസ് ആയാലും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നീണ്ട സ്റ്റാളാണ്, ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ എപ്പോഴും കാണുന്ന ഐറ്റംസ്, ഹൽവ, മിഠായി, അങ്ങനത്തെ ഐറ്റംസൊക്കെ എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി വിപുലമായിട്ട് കൊടുത്തിട്ടുണ്ട്.
സാധാരണ മോളുകളിൽ മാത്രമൊക്കെയാണ് ഇങ്ങനെ 360 ഡിഗ്രിയിൽ കാണുന്ന VR ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ സ്റ്റാളിൽ സ്റ്റേഷനറി ഐറ്റംസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കമ്മൽ, വള അങ്ങനത്തെ ഐറ്റംസൊക്കെ വലിയ വിശാലമായൊരു ഷോറൂം തന്നെയാണ് ഇത്തവണ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ്, കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെക്കേഷൻ പ്രമാണിച്ചായതുകൊണ്ടാണോ ഇത് ഇത്രയും ഐറ്റംസ് കുട്ടികൾക്ക് വേണ്ടിയായിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുറച്ചധികം ഉപകാരപ്രദമാകുന്ന ഒരു സെക്ഷനാണ് ഈ ബുക്സിൻ്റെത്. എപ്പോൾ ഇവിടെ സ്റ്റാൾ വന്നാലും എക്സിബിഷൻ വന്നാലൊക്കെ ഈ ഒരു സെക്ഷൻ ഉണ്ട്. 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്കുകൾ, അതായത് പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തൊട്ടുള്ളതുണ്ട്. ഇപ്പോൾ A4 ആപ്പിൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് തൊട്ട് നോവലുകളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു അടിപൊളി സെക്ഷനാണ്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കുറച്ച് പഴയത് കളക്ഷൻസ് ഉണ്ട്, പുതിയതായിട്ട് ഇറങ്ങിയതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല വിപുലമായിട്ട് തന്നെ ബുക്സിൻ്റെ സെക്ഷനും കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് ബുക്ക് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതോടെ നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ട് ഇതിലേത് ബുക്കാണ് വാങ്ങേണ്ടതെന്ന് തീരുമാനിച്ച് വെച്ചിട്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്തിട്ട് വരാം. കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ആവും അവിടെ ചെന്ന് നമുക്ക് തപ്പി നോക്കുന്ന സമയത്ത്. ഇത്തവണത്തെ ഫെസ്റ്റിന് പോയപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നൊരു ഫീലായിരുന്നു. കാരണം അത്രയ്ക്ക് ഐറ്റംസ് ഒരുവിധം എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്.
പിന്നീട് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഈ പാമ്പിനെയും അതുപോലെ തന്നെ ആ കിളികളെയൊക്കെ തോളിൽ വെച്ചിട്ടും ഇതിനെയൊക്കെ കയ്യിലും കാലിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇതിൽ പറക്കുന്ന അണ്ണാനാണ്. അപ്പോൾ ഈ സംഭവത്തിനൊക്കെ നമുക്ക് കയ്യിലൊക്കെ എടുത്തു വെച്ച് ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ കണ്ടതൊരു രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഈ സ്കൂബ ഡൈവിങ് പഠിക്കാനായിട്ട് ഒരു അക്കാഡമി, അത് മിക്കവാറും സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ഡെമോ കാണിച്ചത് ഇവരുടെ തന്നെ ആയിരിക്കും. ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിടാം. കുറേ പേർ അത് രജിസ്റ്റർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇപ്രാവശ്യം പുതുമയായിട്ട് തോന്നിയത്. ആഗ്രഹമുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്തിടുന്നുണ്ട്. ടാറ്റു ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നൊക്കെ ടാറ്റു ചെയ്യുമോ എന്നുള്ളത് അറിയാൻ വയ്യ. എന്തായാലും മൈലാഞ്ചിയൊക്കെ ഒത്തിരി പേര് ഇടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വലിയ ഏരിയ മൊത്തം ഫുഡ് കോർട്ടാണ്. നമുക്കിഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നല്ല തിരക്കായിരുന്നു അവിടെ. വെക്കേഷൻ ടൈം ആയതുകൊണ്ടാവാം ഇത്രയും തിരക്ക് വന്നത്. ഇപ്പോൾ പല നോർത്ത് ഇന്ത്യൻ ഫുഡും ഒക്കെ ഉണ്ട് ഇവിടെ. ഫുഡ് കോർട്ട് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മുതിർന്നവർക്കും കുട്ടികൾക്കും പറ്റിയ പല റൈഡ്സും ഗെയിംസും ഒക്കെ ആയിട്ട് കുറച്ച് വിപുലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ റൈഡ്സ് ഉണ്ട് അവിടെ. നമ്മുടെ ജൈൻ വീല്, പിന്നെ മരണക്കിണറിൻ്റെ ഒരു പോർഷൻ അവിടെ കണ്ടു. പക്ഷേ അത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വർക്കിംഗ് അല്ല. ഇനി ഇതിൻ്റെ കൂടെ ഉള്ളതാണോ അല്ലയോ എന്നറിയത്തില്ല. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ജംബോ സർക്കസ് നടക്കുന്നുണ്ട്. ശേഷം കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒക്കെ സെല്ലിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. നമ്മുടെ ഫെസ്റ്റിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. 150 രൂപയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒട്ടും നഷ്ടം വരുന്നൊരു ഫീല് ഉള്ളിൽ കയറിയാൽ ഉണ്ടാവില്ല. പിന്നെ അത് കൂടാതെ ഇതിനൊക്കെ പുറമെ കുഞ്ഞു കുഞ്ഞു കടല വിൽക്കുന്നവർ, നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്നത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.